Hi friends, welcome to Veena Secret Flavors. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ചോ? ചായയുടെ കൂടെ നല്ല ചൂടുള്ള സ്നാക്സ് എന്തെങ്കിലും വടയൊക്കെ കിട്ടിയെങ്കിൽ ഇരിക്കും. പക്ഷെ നമ്മൾ അതിന് ഉഴുന്നൊക്കെ നേരത്തെ അരച്ച് വെച്ച് അങ്ങനെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മൾ മടിയാവും, വേണ്ടാന്ന് വയ്ക്കും. എന്നാൽ നമുക്ക് 10 മിനിറ്റിൽ ഈ കഷ്ടപ്പാടൊന്നുമില്ലാതെ നല്ല മൊരിഞ്ഞ വട റെഡിയാക്കിയാലോ? അപ്പോൾ എന്നാൽ എല്ലാവരും ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തോളൂ. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം തന്നെ നിങ്ങൾക്ക് 10 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാം. അതോടൊപ്പം തന്നെ വീണ സീക്രട്ട് ഫ്ലേവേഴ്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഇതിൻ്റെ എല്ലാ വീഡിയോസും കാണാനൊന്ന് ശ്രമിക്കണേ. അതോടൊപ്പം തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വട ഉണ്ടാക്കാൻ പോയാലോ? ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അവലിട്ട് കൊടുക്കാം. ഈ അവൽ കൊണ്ടാണ് നമ്മളിന്ന് വട ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല കട്ടിയുള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൊഹ എന്ന് ഹിന്ദിയിൽ പറയും. ഈ അവൽ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി കഴുകിയെടുക്കണം. കൈകൊണ്ട് മൃദുവായി ഇളക്കി മാത്രമേ നമ്മൾ കഴുകാൻ പാടുള്ളൂ. ഇനിയൊരു 2 മിനിറ്റ് കുതിർത്ത ശേഷം നന്നായി അമർത്തി വെള്ളം മുഴുവൻ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു 7 കുരുമുളക് ചതച്ചത്, 2 വറ്റൽമുളക് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, കറിവേപ്പില അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത്, 1/4 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് കട്ടത്തൈര്, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഞാനിത് ഇളക്കാൻ സൗകര്യത്തിനായി ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൈകൊണ്ട് നന്നായി ഒന്ന് അമർത്തി എല്ലാം കൂടി കുഴച്ചെടുക്കണം. പോരെങ്കിൽ അല്പം തൈരും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ആട്ട കുഴയ്ക്കുന്ന അത്ര ബലം പ്രയോഗിക്കേണ്ട, എന്നാലും ഒന്ന് നന്നായി അവലൊക്കെ ഉടച്ച് ഇപ്പോൾ നമ്മുടെ പരിപ്പ് വടയുടെയൊക്കെ മാവിൻ്റെ ഏകദേശം ഒരു പരുവത്തിന് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോ ഉരുളകളായി എടുത്ത് കയ്യിൽ വെച്ച് നമുക്കൊരു വടയുടെ ഷേപ്പ് നൽകാം. പെട്ടെന്ന് ഉടഞ്ഞു പോകത്തൊന്നുമില്ല. അത്യാവശ്യം നല്ല ബൈൻഡിങ് ഒക്കെ ഉണ്ട്. ഇത് കൈ കൊണ്ടോ ഏതെങ്കിലും ഒരു പെൻസിലോ എന്തെങ്കിലും ഒരു വസ്തു വെച്ചിട്ട് നടുക്കൊരു ഹോൾ ഇട്ട് കൊടുത്താൽ വടയുടെ അതേ ഷേപ്പിൽ തന്നെ ഇരിക്കും. അങ്ങനെ ഷേപ്പ് വരുത്തി ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വടകളിങ്ങനെ ഒരുമിച്ച് ആദ്യം തന്നെ ഷേപ്പ് വരുത്തി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് അവസാനം വറുത്ത് കോരാൻ എളുപ്പമായിരിക്കും. ഇതുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അവൽ ഒരുപാട് കുതിർന്നു പോകരുത്. കഷ്ടിച്ചൊരു 1-1.5-2 മിനിറ്റിനകത്ത് മാത്രമേ വെള്ളത്തിലിടാവൂ. ഇപ്പോൾ ഇതാ ഞാൻ ഇത്രയും വട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എണ്ണയ്ക്ക് അത്യാവശ്യം നല്ല ചൂട് വേണം. തീരെ ചൂടില്ലെങ്കിൽ ഇത് എണ്ണ കുടിച്ചു പോകും. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടിൽ തന്നെ ഇടണം. ഞാനിവിടെ ആദ്യം ഒരു 4 എണ്ണം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് വരും. നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇത് അവലായതുകൊണ്ട് തന്നെ പരിപ്പ് വട പോലെ അകം വെന്തില്ല എന്നൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് ഏകദേശം ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ വടയുടെ നിറമൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. കുറേശ്ശെ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത്രയും തന്നെ മതി. ഞാനതിനെ കോരി എടുക്കുകയാണ്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള വടകളും ഇതേപോലെ തന്നെ പൊരിച്ച് എടുക്കാവുന്നതാണ്. ഇതെത്ര ക്രിസ്പാണെന്നൊന്ന് നോക്കിക്കേ. ഈ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. ടേസ്റ്റ് ചെയ്തും കൂടെ നോക്കാം. നമുക്ക് ഇപ്പോൾ വട നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ വട ഉണ്ടാക്കി നോക്കണം. വൈകുന്നേരത്തെ ചായക്കോ പെട്ടെന്ന് ഏതെങ്കിലും ഗസ്റ്റുകൾ വന്നാലോ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.